എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കി പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി അടയാളം ലഭിക്കാൻ ഞാൻ എല്ലാവരെയും ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ നീ എവിടെ പോകുന്നുവോ, ആരോട് സംസാരിക്കുന്നുവോ, എന്ത് ചെയ്യുന്നുവോ, നിന്റെ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ പ്രവർത്തനങ്ങളാൽ ദൈവം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിനക്ക് നിലവിലുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ശാസിച്ചു മാറ്റുന്നു. നിന്റെ രോഗപീഠകളുള്ളവർ, മറ്റു തരത്തിലുള്ള കുരുക്കിൽ ചെന്നവർ, സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ സംസാരം തീരുമ്പോൾ കർത്താവിന് ചൈതന്യം നിങ്ങൾ നിവസിക്കുവാനും നീ ഇന്ന് ഈ ആശീർവാദത്താൽ സമാധാനം അനുഭവിക്കാൻ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. God increases put a power and grace.
നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതേ ചില ആൾക്കാർക്ക് പ്രാർത്ഥനയിൽ ഭയങ്കര ആത്മവിശ്വാസക്കുറവാണ്. അത് നടക്കുമോ? അത്രയും വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ? ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ കൃപാസനത്തിൽ വന്ന ചില ആൾക്കാർ വഴിയെ പോകുമ്പോൾ കൃപാസനത്തിൽ വരും. അപ്പോൾ അവർക്ക് തലക്കൊന്ന് പിടിക്കണം, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന അവരേതെങ്കിലും ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയിലൊക്കെ പോയിട്ട് വന്ന വഴിക്ക് ഇവിടെ ആൾക്കാർ കൂടി നിൽക്കണ കാണുമ്പോൾ കയറണതാണ്. കയറുമ്പോൾ അങ്ങനെ ചുളിവിൽ ഒന്ന് തലക്കുടിപ്പിക്കുകയും ചെയ്യാവുന്നത്. പക്ഷെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത് സൗഖ്യപ്പെടാനുള്ള വിശ്വാസമില്ല. ഈ സൗഖ്യപ്പെടാനുള്ള വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു വിശ്വാസമാണ്. അങ്ങനെ ഒരു വചനം തന്നെ കർത്താവിൻ്റെ പുസ്തകത്തിലുണ്ട്. അതെടുത്ത മോനെ, അപ്പോസ്തല പ്രവർത്തനം 14-ാം അധ്യായം 9-ാം വാക്യം. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവൻ ഉണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ഉറപ്പിച്ച് നിൽക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷേ പറഞ്ഞപ്പോഴെന്ത് പറ്റി? അവൻ നടക്കാൻ തുടങ്ങി. അതിൻ്റെ കാരണം എന്താണ്? ഈ വചനം കേട്ട് അവൻ്റെ വിശ്വാസ ലെവല് കൂടി സൗഖ്യം ഏത് സമയത്തും കത്തുപിടിക്കണ അവസ്ഥയായി. ഏത് സമയത്തും വിശ്വാസം കത്തുന്ന അവസ്ഥയിലായി. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അതുകൊണ്ട് തന്നെ കൃപാസനത്തിലാണെങ്കിൽ ഒരാൾ റോഡിൽ നിന്ന് കയറി വന്നതൊന്നും പ്രാർത്ഥിക്കത്തില്ല. എന്താ കാര്യം? ഈ ഒരു വിഷയമുള്ളത് കൊണ്ടാണ്. അവർക്ക് സൗഖ്യപ്പെടാനുള്ള വിശ്വാസം ഉണ്ടെന്ന് കാണുന്നെങ്കിൽ അവർക്ക് ആ വിശ്വാസം അവർ ഏതെങ്കിലും രീതി എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ വാഴ നനയുമ്പോൾ ചീരയും നനയൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ തലക്ക് കൂടി നിന്ന് പിടിച്ചേക്കാൻ പറഞ്ഞ് നടക്കത്തില്ല. കാര്യം അവർ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ തലക്ക് പിടിച്ചിട്ടും കാര്യമില്ല. അതൊരു കോമൺ ബ്ലെസ്സിങ് അല്ലേ? കൃപാസനം ഒരു കോമൺ ബ്ലെസ്സിങ്ങിൻ്റെ സ്ഥലമല്ല. ശരിക്കും ദൈവാനുഭവത്തിലേക്ക് വന്നിട്ട് സാക്ഷികളായി അവൻ മാറണം. അവൻ സാക്ഷികളാവുമെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ പ്രോജക്റ്റ് എടുക്കത്തുള്ളൂ. നമ്മൾ ഈ അപ്പോസ്തല പ്രവർത്തനം 14:9 ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നത് അതൊരു ഒക്കൾട്ട് വേടെന്ന് ഞാൻ ഇതിനൊക്കെ വിളിക്കണത്. ദൈവശാസ്ത്രപരമായ വിളിയൊന്നുമല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഫൈൻഡിങ്സാണ്. ഞാനിതിനെ ഒക്കൾട്ട് വേടെന്ന് വിളിക്കുക, ഹിഡൻ ട്രഷർ എന്ന് വെച്ചാൽ ദൈവവചനത്തിൽ ആവർത്തിക്കപ്പെടാതെ സിംഗിളായിട്ട് മാത്രം പ്രൊഫസ് ചെയ്തിരിക്കുന്ന വാക്കുകളുണ്ട്. അതിലൊന്നാണ് സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി നമ്മൾ വിശ്വാസിയാണെങ്കിൽ ഇത്രയെങ്കിലും വിശ്വാസം നമുക്കുണ്ടാകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവം അവനെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എന്റെ വിശ്വാസത്തെ മർക്കോസ് 9:24 അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ ദാസൻ ദാസി പ്രാർത്ഥിക്കുന്നു. എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അത് സുഖം പ്രാപിക്കാനും അനുഗ്രഹം പ്രാപിക്കാനും ഇന്നത്തെ വിഷയങ്ങളെ അതിജീവിക്കുവാനും പോന്ന വിശ്വാസത്താൽ എന്നെ ശക്തിപ്പെടുത്തണമേ. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മമ്മിയാണ്. എൻ്റെ മമ്മി ഉടമ്പടി എടുക്കുന്നത് 2018 2018 മമ്മി ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് ഏജൻറ്റ് ക്രൂ ആയിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു ആദ്യം ഞാൻ സൗദി അറേബ്യയിൽ പോകുന്നത്. പക്ഷേ എൻ്റെ ഡേറ്റ ഫ്ലോയിൽ എന്തോ പ്രോബ്ലം വന്നിട്ട് എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ലീവിന് വരുന്ന സമയമായപ്പം ഞാൻ എന്നിട്ട് ആ ഡേറ്റ ഫ്ലോ എനിക്ക് കറക്റ്റ് സമയത്തിന് അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് 3 മാസത്തിനുള്ളിൽ എനിക്ക് തിരിച്ച് വരേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. വരുന്നതിന് 2 ദിവസം മുമ്പ് മമ്മിയോട് ഞാൻ വിളിച്ച് പറഞ്ഞു, മമ്മി ഇന്ന് എനിക്ക് ഡേറ്റ ഫ്ലോ ഇവിടെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വരേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് HR ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അപ്പോൾ മമ്മി പറഞ്ഞു,
വിഷമിക്കേണ്ട, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൃപാസന മാതാവിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. മമ്മി പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാം ശരിയാവും മോളെ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസമായപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയിപ്പം എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റൽ. പക്ഷേ എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓറൽ ഇൻ്റർവ്യൂ കിട്ടിയായിരുന്നു. പക്ഷേ റിട്ടേൺ ഇൻ്റർവ്യൂവിൽ എനിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി കഴിഞ്ഞപ്പം എനിക്കെങ്ങനെയോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ പോയതാണ്. എന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് പോയതാണ്. അങ്ങനെ മമ്മി പറഞ്ഞു, മമ്മി പ്രാർത്ഥിച്ചു, എനിക്ക് വരേണ്ടതായിട്ട് വരും എന്ന് വിചാരിച്ചു. ഞാൻ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോഴത്തേനും HR ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, നിൻ്റെ ഡേറ്റ് ഓഫ് ഫ്ലോ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, ഇവിടെ നിൻ്റെ ഏജൻസി എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, നിനക്ക് കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം ഈ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ 2 വർഷം കൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊറോണയൊക്കെ വന്ന സമയത്ത് ഞാൻ എക്സിറ്റ് വരികയായിരുന്നു ആ ഹോസ്പിറ്റലിൽ നിന്ന്. പെട്ടെന്ന് എനിക്ക് കുഴപ്പമില്ലാതെ ആ ഹോസ്പിറ്റലിൽ ജോലിയെല്ലാം നടന്നു, കുഴപ്പമൊന്നും ഇല്ലാതിരുന്നായിരുന്നു. എൻ്റെ മമ്മിക്ക് ഒരു മെഡിക്കൽ ഇഷ്യൂസ് വന്നപ്പം ഞാൻ എക്സിറ്റ് സഡൻലി വന്നു കഴിഞ്ഞു. ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് ഞാൻ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യാതെ മാതാവിനോടൊന്ന് കണ്ട് പ്രാർത്ഥിച്ചു പോയി. അച്ഛനെ കാണണമെന്നുള്ളൊരു തിടുക്കത്തിൽ പോയി. പിന്നെ ഞാൻ 2021 ഞാൻ പിന്നെയും പോകുന്നു, സൗദിക്ക് റിട്ടേൺ പോകുന്നു. സൗദിക്ക് ഞാൻ പോയി. അവിടെ വെച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ ഹോസ്പിറ്റലാണ്, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷേ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമ്പം അപ്പോഴാണ് മമ്മി വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അവിടെയാണെങ്കിൽ കുറേ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, നഴ്സുമാരെല്ലാവരും പറഞ്ഞു, സീനിയേഴ്സ് ആയിട്ടുള്ള നഴ്സുമാർ പറഞ്ഞു, ഇങ്ങനെ കൃപാസന മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വേണമെങ്കിൽ എനിക്കത് എവിടെ നിന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള പ്രാർത്ഥിക്കാനുള്ളതൊക്കെ എവിടെ നിന്നാണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ചോദിക്കുമായിരുന്നു. എനിക്ക് കൃപാസന മാതാവിനെ കുറിച്ച് അറിയണം, അതിനെക്കുറിച്ച് ഞാൻ മമ്മിയുടെ കൂടെ ഒരു പ്രാവശ്യം പോയെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് പ്രാർത്ഥന കിട്ടുമെങ്കിൽ തരണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് സൗദി അറേബ്യൻ കൺട്രി അല്ലേ, അപ്പം കൂടുതലും ഉള്ളത് സൗദി നേഴ്സുമാരാണ്. പിന്നെ ഒരുപാട് പേര് ഞാനിപ്പം മാതാവിനെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും കൊന്തയും കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കും. പിന്നെ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മാതാവിൻ്റെ ഉടമ്പടി എടുത്ത കാശ് രൂപ അല്ലാതെ 1 രൂപ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഒരു സിസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു. അതും പിടിച്ചിട്ട് ഞാൻ എന്ന് നടക്കും, പ്രാർത്ഥിക്കും. എപ്പോഴും കയറുന്നതിന് മുമ്പും നഴ്സുമാരാണല്ലോ, അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ലേ കയറും. അപ്പോൾ എനിക്ക് കിട്ടുന്ന പേഷ്യൻസിനെ കുറിച്ചും അവരുടെ കെയറിനെ കുറിച്ചും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എൻ്റെ ടൈമിൽ ഞാൻ ICUലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ടൈമിൽ ഒരു പേഷ്യൻസും പോകാനായിട്ട് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആയിരിക്കും എനിക്ക് എപ്പോഴും കിട്ടുന്നത്. എനിക്ക് എല്ലാ ജോലിയും ടഫായിട്ടായിരുന്നു. എനിക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും നോർത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പപ്പ അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നതും. അങ്ങനെ ഞാൻ നോർത്തിലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് കൂടുതലും മലയാളത്തിനോട് വലിയ വശമില്ലായിരുന്നു. അപ്പം മലയാളി ആണെങ്കിലും കൂടുതലും മലയാളത്തിലൊന്നും ഞാൻ സംസാരിക്കാറില്ലായിരുന്നു, കൂടുതലും നോർത്ത് ഇന്ത്യൻ ഭാഷയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം എനിക്ക് 3-4 പ്രാവശ്യം ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ എനിക്ക് കുറേ പ്രോബ്ലം ഉണ്ടായി. ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നല്ലോ വർക്ക് ചെയ്തത്. അപ്പം എനിക്ക് പ്രോബ്ലം ഉണ്ടായപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായി. പക്ഷേ ആ ഇഷ്യൂസ് എല്ലാം ഞാൻ മാതാവിൻ്റെ ഇത് വെച്ചിട്ട് രൂപം കയ്യിൽ കാശ് രൂപം അല്ലാത്ത രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും രാവിലെ എനിക്ക് അറിയത്തില്ലായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഡെയിലി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനെല്ലാം എനിക്ക് ആ തടസ്സങ്ങളെല്ലാം അവസാനം വരുമ്പോഴത്തേനും എനിക്ക് മാറിപ്പോകുന്നതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലതുപോലെ ഫീൽ ചെയ്തു, എന്തോ എൻ്റെ കൂടെ ഒരു ശക്തിയുണ്ട്. അപ്പം ഞാനാണെങ്കിൽ പിന്നെയും മാതാവിനോട് അടുക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ എനിക്ക് ഈ മാതാവിൻ്റെ പ്രാർത്ഥന എനിക്ക് കിട്ടി. അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും രാത്രിത്തെ സായാഹ്ന പ്രാർത്ഥനയും എല്ലാം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ രൂപവും ഫോട്ടോയും എല്ലാം ഞാനാണെങ്കിൽ റൂമിൽ ഒട്ടിച്ചു വെച്ചു. അവിടെ അലോഡ് അല്ലെങ്കിലും ഞാൻ ഒട്ടിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ദിവസം രാത്രിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ നൈറ്റ് ഷിഫ്റ്റ് പോയേക്കുമായിരുന്നു.
അപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് ഒരുപാട് ഷിവറിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടായപ്പോഴത്തേനും ഞാൻ മാതാവേ എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണ്ട, എനിക്ക് വീട്ടിൽ പോയാണെങ്കിലും മതി എന്ന്, എനിക്ക് ലീവ് കിട്ടാനായിട്ട് സാഹചര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് കാല് കുത്തി നടക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്ക് കൈ കൊണ്ട് എനിക്ക് എണീച്ച് മാതാവിൻ്റെ രൂപം തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, എനിക്കൊന്ന് പറ്റിയാൽ മതി. അങ്ങനെ മാതാവ് അവിടെയും രക്ഷിച്ചു എന്നെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് 3 പ്രാവശ്യം എനിക്ക് കൗൺസിലിംഗ് ലെറ്റർ ആണെങ്കിൽ തന്നു. ഞാൻ പോലും അറിയാത്ത തെറ്റിന് എന്നെ കുറേ സൗദികൾ എന്നെ ക്രൂശിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും അവസാനം പറഞ്ഞു, നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ മാനേജറിന് വേണ്ടി കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെന്നും വെച്ചിട്ട് ഞാൻ കംപ്ലയിൻ്റ് ഒന്നും കൊടുത്തില്ല. അപ്പം അവസാനം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്ക് മെയിൽ വന്നിട്ട് പറഞ്ഞു, നിനക്ക് നാളെ മുതൽ നിനക്ക് ഡ്യൂട്ടിക്ക് വരണ്ട, നിനക്ക് ടെർമിനേഷൻ തരുവാന്ന്. സഡൻലി എനിക്ക് എന്ത് പറ്റി ടെർമിനേറ്റ് ആവാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ടു. ഞാൻ എൻ്റെ ഭർത്താവിനെ അറിയിച്ചു. അങ്ങനെ അറിയിച്ചിട്ട് ഞാനാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് പറഞ്ഞു, കുഴപ്പമില്ല, നീ ആണെങ്കിൽ എന്താണെങ്കിലും എന്തുവാണെങ്കിലും എന്ത് ഇഷ്യൂ ആണെങ്കിലും നീ നാട്ടിൽ വന്നു, കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ നിനക്ക് കൂടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നു. ആ സമയത്ത് ടെർമിനേഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, അന്ന് ഓക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സിറ്റ് വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാനാണെങ്കിൽ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, എല്ലാം കഴിഞ്ഞു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മാതാവി ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിടുവാണെങ്കിലും എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിറ്റേ ദിവസം മുതൽ അവിടെ ഈദ് നടക്കുക. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു ചാൻസ് ഞങ്ങൾ തരാം, നീ വർക്ക് ചെയ്യുന്ന ICUവിലാണ്, ICUവിൽ നിന്നും നിനക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ, നിനക്കാണെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങളൊരു ചാൻസ് തരാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്, അവരൊരു ചാൻസ് തന്നെയല്ലേ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ സപ്പോർട്ടിങ് ആയിട്ടുള്ള കുറേ നേഴ്സുമാർ പറഞ്ഞു, കുഴപ്പമില്ല, എന്നാലും നിനക്കൊരു ചാൻസ് കിട്ടിയതല്ലേ, നീ അത് കളഞ്ഞിട്ട് പോരണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മാതാവിനോട് 1000 നന്ദി പറഞ്ഞു. ഡേറ്റ് ഇട്ട് ഞാൻ 27-ാം തീയതി വരുമെന്ന് വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ തിരിച്ച് വരും, എൻ്റെ വീട്ടിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും അതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ മാതാവ് 27-ാം തീയതി എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നപ്പം മാതാവ് ഞാൻ 26-ാം തീയതി തന്നെ എനിക്ക് അവർ വേറൊരു ജോലി തന്നു, വേറെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാറ്റി. അതിൽ കൂടുതൽ ശമ്പളത്തോടു കൂടി ഞാൻ അവിടെ ജോലിയിൽ കയറുകയും ചെയ്തു. ICUവിൽ കിട്ടിയതിനെക്കാട്ടി കൂടുതൽ കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അന്ന് തന്നെ നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്നു. ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞു ഇവിടെ വന്നു. ഞാൻ അത് കഴിഞ്ഞ് അന്ന് തന്നെ നാട്ടിൽ വന്നതിന് ശേഷം ഞാനിവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. മാതാവിന് വേണ്ടി നേരിട്ട് വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ പേരൻസായിട്ട് കുറച്ച് പ്രോപ്പർട്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് നാളായി സെയിലാവാനും കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അതും ഞാൻ മാതാവിൽ വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അത് മാതാവ് എനിക്ക് സാധിച്ചു വന്നു. ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു പോകുന്നതും ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങാനാണെങ്കിലും എല്ലാത്തിനും എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒരുപാട് സഹായിച്ചു. 2013 എനിക്ക് എൻ്റെ പേരൻസ് തന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2018 മുതൽ അത് വിൽക്കുവാനും അതിനകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഒരുപാട് തടസ്സങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഴിയുടെ പ്രോബ്ലം, അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. 2018 മുതലേ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. പക്ഷെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2024 26-ാം തീയതി ഓഗസ്റ്റ് മാസം ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഒരാൾ വന്നു, അത് സെയിലാവുകയും ഞാൻ സെപ്റ്റംബർ 1-ാം തീയതി തിരിച്ചു പോവുകയാണ്. ഇതിൻ്റെ ഇഷ്യൂവിന് വേണ്ടി സൈൻ ചെയ്യാൻ വേണ്ടി വന്നത്. എന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരികയും ചെയ്തു. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു സ്ഥലം ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പള്ളിയോട് ചേർന്നുള്ള സ്ഥലമായിരുന്നു അത്. എനിക്ക് ഇനി ഒരു സ്ഥലം കിട്ടുവാനായിട്ട് പെട്ടെന്നൊന്നും പറ്റത്തില്ലല്ലോ, ഒരു സ്ഥലം ഉണ്ടാവാനും പറ്റത്തില്ല. എൻ്റെ പേരിലായിട്ടും എനിക്ക് ഭർത്താവിൻ്റെ പേരിലായിട്ടും ഒന്നും കിട്ടത്തില്ലല്ലോ. ഒരു 5 സെൻറ്റ് സ്ഥലമെങ്കിലും ദൈവമേ എനിക്ക് എന്തെങ്കിലും തരണേന്ന് പറഞ്ഞു. പക്ഷേ 21 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി സ്വർണ്ണമോ പണമോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആരൊക്കെയോ വഴിയായിട്ട്
എനിക്ക് 21 ദിവസത്തിനുള്ളിൽ 20 സെൻറ്റ് സ്ഥലവും ദൈവം എനിക്ക് തന്നു. ഞാൻ ഒരുപാട് കോടാനുകോടി നന്ദി ദൈവത്തിന് പറയുന്നു. അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ മാതാവിൽ വിശ്വസിക്കുകയും എനിക്കത് കഴിഞ്ഞിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു മാതാവ്. ഞാൻ 6 നിയോഗങ്ങൾ ഇതിനകത്ത് വെച്ചു. അച്ഛൻ പറയാറുണ്ട് 5 നിയോഗങ്ങളെന്ന്, പക്ഷെ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. 6 നിയോഗങ്ങളിലും എനിക്ക് 4 നിയോഗങ്ങൾ സാധിച്ചു. ഇനി 2 നിയോഗങ്ങൾ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഉപ്പും എല്ലാം ഞാൻ മറ്റുള്ള സിസ്റ്റേഴ്സിനും നഴ്സുമാർക്കും പിന്നെ രോഗിയായിട്ട് കിടക്കുന്നവർക്കും എല്ലാവർക്കും കൊടുക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും ഈ കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ പത്രം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. ഇംഗ്ലീഷ് പത്രവും മേടിച്ചുകൊണ്ട് പോയി കൊടുക്കാറുണ്ട്, മലയാളം പത്രവും ഉണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇംഗ്ലീഷ് പത്രം ഞാൻ ഫിലിപ്പീൻസ് ആയിട്ടുള്ളവർക്കും പിന്നെ എനിക്കറിയുന്ന ഡോക്ടേഴ്സിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കുറേ എല്ലാ ആഴ്ചകളിലും ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള ഞങ്ങളുടെ ഏരിയയിലുള്ള ഈ ചവറുകളൊക്കെ പറക്കാൻ വരുന്ന അവർക്കൊക്കെ ഞാൻ ആഹാരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ ആഴ്ചയിലും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല, അതിൽ കൂടുതൽ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രോഗികളായിട്ടുള്ളവരും എല്ലാം പറഞ്ഞിട്ടുള്ളവർക്കും അവർക്കും പിന്നെ അനാഥാലയത്തിലും എല്ലാം ഞാൻ പൈസ കൊടുത്ത് എല്ലാ മാസവും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് ഒതുങ്ങുന്ന രീതിയിൽ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയും സഹായങ്ങൾ തന്നു ഇത്രയും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനും എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നല്ല രീതിയിലുള്ളൊരു പൊസിഷൻ തന്ന മാതാവ് എനിക്ക് ഇപ്പോഴും നിൽക്കുന്നതിൽ ആ സൗദി അറേബ്യയിൽ തന്നെ ആ ജോലി ചെയ്ത ആ ഹോസ്പിറ്റലിൽ തന്നെ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യാനും സാധിച്ചതിലും നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിച്ചതിലും അമ്മ മാതാവിനും ദേവകുമാരനും 1000 നന്ദി. പിന്നെ ഞങ്ങൾക്ക് വസ്തു വാങ്ങാൻ കഴിയുന്നതിലും അമ്മ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ഇപ്പോഴും ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ആ വസ്തുവിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, എങ്കിലും മാതാവ് ഒരുപാട് നന്ദിയോടുകൂടി സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവിനും തിരുക്കുമാരനും അയോഗ്യയായ എന്നെ ഈ ആൾത്താരിയിൽ സാക്ഷ്യം പറയുവാൻ യോഗ്യയാക്കിയതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അൽന. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കള്ളാർ സെൻറ് തോമസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 30/4/2024 ഞാനും സാധാരണ എല്ലാവരെയും പോലെ സാധാരണ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അങ്ങനെ ഒരാളായിരുന്നു. എല്ലാം എപ്പോഴും ഇപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ മെറിറ്റ് കൊണ്ടെല്ലാം കിട്ടും എന്നുള്ളൊരു അഹങ്കാരമുള്ള ആളായിരുന്നു. അതായത് ഞാൻ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാൽ എനിക്കെല്ലാം കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്നൊരു നിമിഷമുണ്ട്. ആ സമയത്ത് നമ്മൾ ദൈവത്തെ അല്ലാതെ ഒരു മനുഷ്യരെയും തേടിപ്പോകത്തില്ല. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള തിരുവചനം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ബോധ്യമായ നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. എൻ്റെ +2 ശേഷം എനിക്ക് ഇന്ത്യയിൽ തന്നെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആയിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ കസിൻ പറഞ്ഞിട്ട് ഞാൻ വിദേശത്തേക്ക് എന്നെ പഠിക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ വന്നു. പക്ഷെ എന്നാലും ഞാൻ ആഗ്രഹിക്കുന്ന കോഴ്സല്ല എന്നുള്ള ഇതിൽ എന്നാലും ഞാൻ മനസ്സോടെ ഞാനത് പഠിച്ചു. പക്ഷേ അതിൻ്റെ ഓരോ എക്സാം ആണേലും പഠനത്തിൻ്റെ സമയത്താണേലും ഞാൻ നോക്കുമ്പം ഞാൻ പഠിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല. അപ്പം എല്ലാവരും ഞാൻ ശേഷം വിദേശ പഠനത്തിൻ്റെ ലാംഗ്വേജ് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പം അവിടെ എല്ലാവരും കൃപാസന പത്രം കൊടുക്കുകയും ഞാൻ ഒരിക്കൽ പോലും കൃപാസന പത്രത്തെ നിന്ദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആര് തന്നാലും ഞാൻ മേടിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ വായിച്ചു നോക്കത്തൊന്നുമില്ല. അവിടെ എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കാൻ പോകുന്നൊരു പള്ളി, അത്രമാത്രം ഞാനും വിശ്വസിച്ചിട്ടുള്ളായിരുന്നു. ശേഷം എനിക്കും ഇങ്ങനെ ഒന്ന് വരണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഉടമ്പടി എന്താ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എൻ്റെ 2 പേപ്പർ ക്ലിയറായി. 2 പേപ്പർ ആ സമയത്ത് എൻ്റെ മെറിറ്റ് നഷ്ടപ്പെട്ടു. ഞാൻ എഴുതിയിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ഞാൻ മൊത്തത്തിൽ ഡൗണായി. കൂടാതെ വീട്ടിൽ ഫിനാൻഷ്യലി ഒരു ഇച്ചിരി ഇതായി വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഇനിയിപ്പോൾ എന്നാ ചെയ്യും എന്നുള്ള ഇതിൽ. അപ്പം
ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞാനിവിടെ വന്നതല്ല. 30/4/2024 ഞാനിവിടെ ജസ്റ്റ് വന്നത്. പക്ഷേ എന്നെ മാതാവ് ഇവിടുന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടാണ് തിരിച്ചു വിട്ടത്. ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്തു. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു കാരുണ്യപ്രവൃത്തി ചെയ്യുക എന്നുള്ളത്. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നും ഇല്ലെങ്കിലും ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരുണ്യപ്രവൃത്തി ചെയ്യാൻ. അങ്ങനെ ഉടമ്പടിയിൽ പോയി ഞാൻ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പം ഞാനറിയാതെ എൻ്റെ തമ്പുരാൻ എനിക്ക് ഒത്തിരി അനുഗ്രഹം തരുന്നുണ്ടായിരുന്നു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ എനിക്ക് ബാംഗ്ലൂർ ഡേറ്റ് കിട്ടി. ബാക്കി 2 പേപ്പർ എഴുതാൻ വേണ്ടി പോയപ്പം ഞാൻ എളുപ്പമാണെന്ന് വിചാരിച്ച വിഷയവും മറ്റേ വിഷയം തമ്മിൽ ലിസണിങ് എന്ന വിഷയം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ചെവി അടഞ്ഞിട്ട് ഞാൻ ഒന്നും കേട്ടുമില്ല. ഞാൻ പ്രത്യേകിച്ച് എന്തൊക്കെയോ എഴുതിയിട്ടാണ് പോകുന്നത്. പക്ഷേ റൈറ്റിംഗ് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ബ്രദറിനോട് പറയുകയും ചെയ്തു, ഞാൻ എന്തായാലും റൈറ്റിംഗ് കിട്ടും, ലിസണിങ് എനിക്ക് കിട്ടുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പം ലിസണിങ് എനിക്ക് കിട്ടി, റൈറ്റിംഗ് എനിക്ക് കിട്ടിയില്ല. അതും രണ്ടും ഞാൻ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അഹങ്കാരിയാവുമെന്ന് മാതാവിനറിയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നവംബറിൽ ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് പോയി ചെന്നൈയിൽ എക്സാം എഴുതാൻ പോയി. അന്ന് അച്ഛൻ നീ എക്സാം പാസ്സാവുമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഈ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്നാവാ. അപ്പം ഞാൻ പാസ്സാവുമെന്നൊന്നും വിചാരിച്ച് പോയി എഴുതിയില്ല. പക്ഷേ എക്സാം എനിക്ക് എളുപ്പമായിരുന്നു. ഞാൻ റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി. അങ്ങനെ ഡിസംബർ 8 മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് എനിക്ക് തൃശ്ശിയിൽ സ്ലോട്ട് എടുത്ത് തരാമെന്ന് ഫ്രണ്ട് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് സ്ലോട്ട് കിട്ടില്ല, അത് തീർന്നു പോയി, ഇല്ലയെന്ന് പറഞ്ഞു. എനിക്ക് ഫണ്ടൊക്കെ റീഫണ്ട് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ച് ഭയങ്കര ആ ഒരു സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് ജപമാല ചൊല്ലുമായിരുന്നു. ഞാൻ മുറ്റത്ത് മുട്ടുകുത്തി നിന്ന് ഒത്തിരി നേരം ജപമാലയൊക്കെ ചൊല്ലുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി ഞാൻ കൂടുതൽ മാതാവിനോട് അടുത്തു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം എനിക്ക് ആശ്വാസം കിട്ടുന്ന നിമിഷങ്ങൾ മാത്രമായി. ശേഷം എനിക്ക് ആ പോയ സ്ലോട്ട് എനിക്കായിട്ട് മാതാവ്, അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, അത് പരിശുദ്ധ അമ്മ തിരിച്ചു കൊണ്ട് തന്നായിരുന്നു. ജനുവരി 5 ഞാൻ ആ എക്സാം എഴുതി. ശേഷം എനിക്ക് അങ്ങോട്ടുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ ജസ്റ്റ് എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതല്ലേ, അങ്ങനെ ഞാനും ഡേറ്റ് ഇട്ട് ജനുവരി 15 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ജനുവരി 13 എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുകയും 14 ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. ശേഷം ഞാൻ എന്തായാലും ഇതിന് ഡേറ്റ് ഇട്ടല്ലോ, അപ്പോൾ എക്സാം റിസൾട്ടിനും കൂടെ ജനുവരി 20 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജനുവരി 20 ഡേറ്റ് ഇട്ട് ജനുവരി 20 എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്ന് രാത്രി അതിൻ്റെ റിസൾട്ട് വന്ന് ഞാൻ എക്സാം പാസ്സാവുകയും എല്ലാ പേപ്പറും ക്ലിയർ ചെയ്യുകയും ചെയ്തു. ശേഷം ഞാൻ ഇവിടെ വന്ന മാർച്ച് 11 എൻ്റെ ഉടമ്പടി പുതുക്കിയിട്ട് പോയി. കറക്റ്റ് 1 മാസമായി എന്ന് അവിടുന്ന് എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വന്നു രാത്രി 10:45. അതൊക്കെ ഏകദേശം എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ചൊവ്വാഴ്ച ദിവസത്തെ സഫച്ചൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്താണ്. ഉടമ്പടി ധ്യാനം കഴിയുന്ന അന്ന് ഇപ്പം എന്തായിക്കോട്ടെ ചെറുതൊട്ട് വലിയ അനുഗ്രഹങ്ങൾ വരെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മെയ് 27 വീണ്ടും ഞാനിവിടെ ഒന്ന് പുതുക്കിയിട്ട് പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് VFSനൊരു സ്ലോട്ട് കിട്ടണം. ഞാൻ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയ ടൈമിൽ എനിക്ക് ജൂൺ 27 എനിക്ക് VFSന് സ്ലോട്ട് കിട്ടി. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നമ്പർ എന്ന് പറയുന്നത് നമ്പർ 5 ആയിരുന്നു. പക്ഷേ എനിക്ക് മാതാവ് വെളിപ്പെടുത്തി തന്നതാണ്, ഇനി മുതൽ നിൻ്റെ ബാക്കിയുള്ള നമ്പർ 7 ആണെന്നുള്ള രീതിയിൽ എൻ്റെ എല്ലാ തീയതികളിലും ഒരു 7 ഉണ്ടാവും. അങ്ങനെ ഞാൻ ജൂൺ 27 വിസയ്ക്ക് വെച്ച് ജൂലൈ 7 എനിക്കെൻ്റെ വിസ ഡിസ്പാച്ചായി. അതും 7. ജൂലൈ 9 വിസയ്ക്ക് വെച്ച് 9-ാം ദിവസം എന്നെ അധികം ടെൻഷൻ എടുപ്പിക്കാതെ എനിക്കെൻ്റെ വിസ തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഈ സെപ്റ്റംബർ 1 ഞാൻ ഉപരിപഠനത്തിനായി ജർമ്മനിക്ക് പോവുകയാണ്. എനിക്ക് ഉറപ്പാണ് ഞാൻ വലിയ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിനായിട്ടല്ല പോകുന്നത്. പക്ഷേ ഞാൻ ദൈവവചനം നല്ലോണം വായിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ എൻ്റെ അമ്മ മാതാവ് എന്നോട് പറയുന്നുണ്ട്, നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. അമ്മ മാതാവിൻ്റെ ആ ഒരു ഉറപ്പിൽ മാത്രമാണ്, എനിക്കൊരു മെറിറ്റും ഇല്ല, ഇനി എൻ്റെ ഒരു മെറിറ്റിൽ എനിക്കൊന്നും കിട്ടുകയും വേണ്ട, മാതാവിൻ്റെ കൃപയിൽ മാത്രമാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. മാതാവും തിരുകുമാരനും വിചാരിച്ച നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളെ നമുക്ക്
മറികടക്കാൻ പറ്റുമെന്നുള്ള ഉറ്റ വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പീരിയഡ്സ് ഒന്നും റെഗുലർ അല്ലായിരുന്നു. അങ്ങനെ ഞാൻ മരുന്നൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് മാറ്റമൊന്നും തോന്നിയില്ല. പക്ഷേ ഞാൻ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് വെള്ളം കുടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പം 2-3 മാസമായിട്ട് കറക്റ്റായിട്ട് എല്ലാം ആകുന്നുണ്ട്. അത് ഞാൻ അതിനുശേഷം സ്കാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവ് അത് എടുത്തു മാറ്റിയെന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ലായിരുന്നു. പക്ഷേ അതും എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ക്രമീകരിച്ച് വെച്ചതാണെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഈ കഴിഞ്ഞ ഇതിൽ അതും ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി ജപമാല ചൊല്ലുകയും എനിക്ക് വേണ്ടിയിലുപരി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ 2 വട്ടം സമ്പൂർണ്ണ ബൈബിള് പൂർണ്ണമായി വായിച്ചു കഴിയുകയും 3-ാമത്തെ വട്ടം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ആണെങ്കിലും പരിശുദ്ധ അമ്മേനെ പറ്റി ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ ധ്യാനമൊക്കെ ഷെയർ ചെയ്യുകയും അതൊക്കെ കാണുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്നാ കിട്ടാനാ. പക്ഷേ ഞാൻ അപ്പോൾ അവരോട് തർക്കിക്കും മാതാവിന് വേണ്ടി. ഞാനിപ്പം ഇത്രയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം എൻ്റെ പരിശുദ്ധ അമ്മ നിങ്ങൾ ഒരിക്കലെങ്കിലും അവിടെ പോകണം, കൃപാസനത്തിൽ പോകണം. അവിടെ പോയാൽ ഒറ്റയടിക്ക് അനുഗ്രഹം കിട്ടുമെന്നല്ല, നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മ നമ്മളെ ഈ പുണ്യഭൂമിയിലൊന്ന് നമ്മളൊന്ന് കാല് ചവിട്ടിയാൽ തന്നെ പരിശുദ്ധ അമ്മ നമ്മളെ അനുഗ്രഹിച്ചെന്ന് തന്നെ ആണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള അനാഥ മന്ദിരത്തിൽ പോയി അവിടുത്തെ അമ്മമാരോടുകൂടി അവരെ ശുശ്രൂഷ ചെയ്യുകയും ഞാൻ വലിയ കാര്യമായിട്ട് അവർക്കൊന്നും മേടിച്ചൊന്നും കൊടുത്തില്ലെങ്കിലും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും എല്ലാം ചെയ്യും. അവിടുത്തെ ഓരോ അമ്മമാരെ ഞാൻ പരിശുദ്ധ അമ്മയായിട്ടാണ് കാണുന്നത്. അവിടെ പോയിട്ട് വരുന്ന ദിവസവും എൻ്റെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പിന്നെ ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതൽ 4-ാം ക്ലാസ് എൻ്റെ ആദ്യ കുർബാന കഴിഞ്ഞ തൊട്ട് ഈ നിമിഷം വരെ ഞാൻ എൻ്റെ പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. അപ്പോൾ ആ പരിശുദ്ധ കുർബാനയുടെ പുണ്യം എന്നാന്ന് എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ എന്തായാലും മനസ്സിലാവുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ തമ്പുരാനെ പോയി പാടിപ്പുകഴ്ത്താറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം എനിക്ക് ആദ്യം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നീട് ഞാനിപ്പോൾ പൊതുസ്ഥലങ്ങളിലും കൂടുതലും ഹൈന്ദവരായിട്ടുള്ളവർക്കും എല്ലാം കൊടുക്കുകയും അവരോടൊക്കെ മാതാവിനെ പറ്റി പറയും, നിങ്ങളിവിടെ ഒരിക്കലെങ്കിലും വരണമെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്യും. പിന്നെ ഈ ആൾക്കാരെ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്നുള്ള ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാം എൻ്റെ പരിശുദ്ധ അമ്മയുടെയും തിരുകുമാരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇത്രയൊക്കെ ചെയ്തു തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഇത് മാത്രമല്ല, ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അതെല്ലാം ഇവിടെ പറയാൻ സമയമില്ല. ഇതുവരെ ചെയ്തു തന്ന ഇനി മുന്നോട്ട് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമാണ് പോകുന്നത്. എനിക്ക് വേറെ സുഹൃത്തുക്കൾ, ഇത്ര അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാനായിട്ട് വേറെ ആരുമില്ല. എൻ്റെ പരിശുദ്ധ അമ്മയും തിരുകുമാരനും മാത്രമാണ്. ഒരിക്കൽ കൂടി കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശു സ്തുതി. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നയന ആൻ കുര്യാക്കോസ്. ഞാൻ വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഇടവക സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടപ്പെട്ടിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 4-ാം തീയതി 2022 എന്നാൽ ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് എൻ്റെ ആൻറ്റി വഴിയാണ്. എൻ്റെ ആൻറ്റി എന്നോട് 2022 ഏപ്രിൽ എന്നോട് പറഞ്ഞു, കൃപാസനം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഓൺലൈനായിട്ട് നമുക്ക് ഉടമ്പടി എടുക്കാം എന്നെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അന്ന് അത് കേട്ടതിന് ശേഷം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അന്ന് ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരു ആവശ്യമായിരുന്നു. 7 വർഷമായി വിവാഹം കഴിഞ്ഞിട്ടും എൻ്റെ ആൻറ്റിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ ആ ഒരു ആവശ്യം വെച്ചു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൻറ്റി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. 2023 ഫെബ്രുവരി 18-ാം തീയതി ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിന് ആൻറ്റി ജന്മം നൽകി. ഈ തന്ന സാക്ഷ്യത്തിന് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ 2020 +2 പാസ്സായതാണ്. എൻ്റെ 7-ാം ക്ലാസ് മുതൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഡോക്ടർ ആവുക എന്നത്. അങ്ങനെ ഞാൻ +2 കഴിഞ്ഞു. ഒരു പ്രാവശ്യം എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. അന്ന് ഓൺലൈനായിട്ടായിരുന്നു കോച്ചിങ് നടന്നുകൊണ്ടിരുന്നത്. ഞാനതിന് പാസ്സായെങ്കിലും എനിക്ക് ആവശ്യത്തിനുള്ള മാർക്ക് ലഭിച്ചിരുന്നില്ല.
അങ്ങനെ വീട്ടുകാരോട് വീണ്ടും സംസാരിച്ച് രണ്ടാമത് ഞാൻ വീണ്ടും എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്ത സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ അന്ന് എനിക്ക് വലിയ വിശ്വാസമോ പ്രാർത്ഥനയുണ്ട്, പക്ഷേ പ്രവൃത്തിയായിട്ട് ഞാനൊന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ ആ പ്രാവശ്യവും എനിക്ക് കിട്ടിയില്ല. വീണ്ടും ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെ ഞാൻ എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞു. അവരെന്നോട് അന്നേ വാൺ ചെയ്തു, ഇത് ലാസ്റ്റ് ടൈമാണ്, ഇനിയില്ല, ഇനി ഒരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി, എനിക്ക് കിട്ടിയില്ല. ഒരുപാട് സങ്കടപ്പെട്ടൊരു സമയമായിരുന്നു. ഞാനൊരു ബിഗ് സീറോ ആണ് എന്ന് മനസ്സിലാക്കിയൊരു സമയമായിരുന്നു അത്. എൻ്റെ ജീവിതം തകർന്നൊരവസ്ഥയിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും ഒരു ഓപ്ഷൻ ഇല്ല. എല്ലാവരും പറഞ്ഞു നഴ്സിങ്ങിന് പോയിക്കോ. എൻ്റെ സഹോദരൻ ന്യൂസിലൻഡിലാണ്, അപ്പം നഴ്സിങ്ങിന് പോയിക്കോളൂ, അതാണ് ഇനി സ്കോപ്പുള്ള ഒരു കോഴ്സ് എന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂസിലൻഡിൽ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ ഇട്ടു. മനസ്സില്ലാ മനസ്സോടെ ഞാൻ അതിന് സമ്മതിച്ചെങ്കിലും എൻ്റെ ഉള്ളിൽ അന്നും എന്നെക്കൊണ്ടൊരു നേഴ്സായി ഒരിക്കലും ജോലി ചെയ്യാൻ കഴിയില്ല എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അന്ന് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടത് എങ്ങനെയെങ്കിലും എന്നെ ഒരു ഡോക്ടറാക്കണം എന്നായിരുന്നു. ഞാൻ മാതാവുമായി സംസാരിക്കുമ്പോൾ ഞാൻ പറയും, നേഴ്സിംഗ് എങ്കിൽ നേഴ്സിംഗ്, അത് കഴിഞ്ഞ് ഞാൻ മെഡിസിന് പൊക്കോളാം, എന്നെ സഹായിക്കണം എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ 2023 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ സഹായിക്കാൻ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, എന്നെ സഹായിച്ചേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞു. എന്നെ IELTS കോച്ചിങ്ങിന് കൊണ്ട് ചേർത്തു. ഞാനൊന്നും പഠിച്ചിരുന്നില്ല. രാവിലെ ക്ലാസ്സിന് പോകും, അവിടെ ഇരിക്കും, വൈകുന്നേരം റൂമിൽ വരും. ഒന്നും തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നില്ല. പക്ഷേ പ്രാർത്ഥിച്ചിരുന്നു, ബൈബിൾ നന്നായി വായിച്ചിരുന്നു, പ്രാർത്ഥന നന്നായി ചൊല്ലിയിരുന്നു. അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്താണ് അവിടെ പോയി ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഉപ്പുമായിട്ടാണ് പോയത്. ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം എഴുതി. എനിക്കറിയില്ല ഞാൻ എന്താണ് റൈറ്റിംഗ് എഴുതിയത്, എന്താണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല, എന്താ സ്പീക്കിംഗ് പറഞ്ഞതെന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പ് മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു, നിൻ്റെ സ്കോർ ഇതൊക്കെയാണ്. എനിക്ക് 6.5, 7, 7.5, 8 ഈ സ്കോർ കിട്ടുമെന്ന് മാതാവ് എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ കാണിച്ചു തന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ അമ്മയോട് എണീറ്റ് പറഞ്ഞു, അമ്മേ ഇതായിരിക്കും എൻ്റെ സ്കോറ് എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു. എനിക്ക് അമ്മ മാതാവ് കാണിച്ചു തന്ന അതേ സ്കോറായിരുന്നു ലഭിച്ചത്. എന്നിരുന്നാലും ഞാൻ ഒരിക്കലും നഴ്സിങ്ങിന് പോകാൻ തയ്യാറായിരുന്നേയില്ല. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും ആരോ പറഞ്ഞു, നീ പോയി മാതാപിതാക്കളോട് സംസാരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ പുറത്തു പോയി MBBS ചെയ്തോട്ടെ എന്ന് ഞാൻ മാതാപിതാക്കളോട് ചോദിച്ചു. അവർ പൂർണ്ണ മനസ്സോടെ എന്നെ അതിനനുവദിച്ചു. ആകെ ഒരു കണ്ടീഷൻ വെച്ചത്, ഒരു ക്രിസ്ത്യൻ രാജ്യമായിരിക്കണം ചൂസ് ചെയ്യുന്നത് എന്നായിരുന്നു. എൻ്റെ പപ്പ തന്നെയാണ് എനിക്ക് രാജ്യവും ഏജൻസിയും എല്ലാം തിരഞ്ഞെടുത്തു തന്നത്. എൻ്റെ പപ്പയാണ്. ഞാനിപ്പം യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ഒരു 2ാം വർഷ MBBS സ്റ്റുഡൻ്റാണ്. എനിക്കറിയാം അവിടെ ഞങ്ങൾക്ക് ജോർജിയൻ എന്ന് പറയുന്നൊരു ലാംഗ്വേജ് ഉണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടാണ്. എനിക്കത് വായിക്കാൻ പോലും എനിക്ക് അറിയത്തില്ല. എങ്ങനെയാണത് വായിക്കേണ്ടത്, എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എക്സാമിന് പോകുമ്പം ഞാൻ പറയും, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ്, ഇറ്റ് ഈസ് ബൈ ഗ്രേസ്. എല്ലാ ജോർജിയൻ പരീക്ഷയിലും ആവശ്യത്തിനധികം മാർക്ക് തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇനി ഞാൻ അടുത്ത മാസം എൻ്റെ അടുത്ത സെമസ്റ്റർ, 2nd ഇയർ 4th സെമസ്റ്ററിലേക്കാണ് ഞാൻ പോകുന്നത്. എനിക്കറിയാം അമ്മ മാതാവ് എൻ്റെ ആഗ്രഹങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. അടുത്തൊരു സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ അമ്മ മാതാവ് എൻ്റെ പപ്പയെ കാത്ത് രക്ഷിച്ചതാണ്. എൻ്റെ പപ്പയുടെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും പപ്പ വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെല്ലും, പക്ഷേ അതിന് വേണ്ടി സമയം മാറ്റി വെക്കത്തില്ലായിരുന്നു. കഴുത്തിൽ കാശുരൂപമുണ്ട്. അമ്മ ഇന്ന് രാവിലെ പപ്പ പോകുമ്പം നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു പവർ ട്രില്ലർ എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്. അതിനൊരു 200 കിലോ ഭാരം വരും. അത് ഒരു ഇറക്കത്തിലൂടെ പപ്പ ഉന്തി ഇറക്കേണ്ടതിന് പകരം വലിച്ചിറക്കി, അതിൻ്റെ 2 ഹാൻഡിൽ പിടിച്ച് വലിച്ചിറക്കി. അതിൻ്റെ ഭാരം കാരണം അത് നിയന്ത്രണം വിട്ട് എൻ്റെ പപ്പയും കൂട്ടി അവിടെ ഒരു ഷട്ടറുണ്ട്, ഞങ്ങളുടെ ആ ഒരു സ്ഥലത്തൊരു ഷട്ടറുണ്ട്, അതിന് പോയി ഇടിച്ചു. ഷട്ടർ പൂർണ്ണമായി തകർന്നു പോയി. പക്ഷേ എൻ്റെ പപ്പയ്ക്കൊന്നും പറ്റിയില്ല. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അമ്മ മാതാവ് കൂടെയുള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ പപ്പയെ ആ അപകടത്തിൽ നിന്നും രക്ഷിച്ചതെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു.
പപ്പയെ കാത്തുരക്ഷിച്ചത് കാശുരൂപം, കഴുത്തിലുണ്ടായിരുന്ന കാശുരൂപവും നെറ്റിയിൽ പപ്പയ്ക്ക് അമ്മയെന്നും വരച്ചു കൊടുത്തിരുന്ന തൈലം വെച്ച് വരച്ചു കൊടുത്തിരുന്ന കുരിശുമായി നെറ്റിയിൽ വരച്ചു കൊടുത്ത കുരിശു കൊണ്ടാണ് പപ്പ ഇന്നും ജീവനോടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ആ ഒരു ഹാൻഡിൽ പപ്പയെ പോയി ഇടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അറിയത്തില്ലായിരുന്നു പപ്പയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. ഞങ്ങൾ അറിയത്തില്ല. പപ്പ ഒറ്റയ്ക്കായിരുന്നു തോട്ടത്തിലുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു വെയിറ്റുള്ള സാധനം നമുക്ക് ഊഹിച്ചാൽ അറിയാം. അത് 200 കിലോ ഒരു മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് തളർച്ചു കഴിഞ്ഞാൽ എന്തായാലും റിബും ഹാർട്ടും ഒക്കെ പോകും. പക്ഷെ മാതാവ് എൻ്റെ പപ്പയെ രക്ഷിച്ചതാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോ എന്താണെന്നും മാതാവ് എന്താണെന്നും ഞാൻ വളരെയധികം മനസ്സിലാക്കി. അതേപോലെ തന്നെ പപ്പ ഒരു പ്രാവശ്യം കുരുമുളക് പറിക്കാനായിട്ട് ഇരുമ്പ് തോട്ടി കൊണ്ട് പോകെ ഇലക്ട്രിക് ലൈനയിൽ പോയി തട്ടി. പക്ഷേ പപ്പയ്ക്ക് ഒന്നും പറ്റിയില്ല. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കണ്ണുപൊത്തി. കാരണം അത്രയ്ക്കും സ്പാർക്ക് അതിൽ നിന്നും വന്നിട്ടും എൻ്റെ പപ്പയ്ക്ക് ഒന്നും പറ്റിയില്ല. കൂടെയുള്ളവർ പറഞ്ഞു, നീ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. അതും എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥന, മാതാവ് കൂടെ ഉള്ളതുകൊണ്ടാണ്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ മാതാവ് എന്നെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുകയാണെന്നാണ്. കാരണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ നഴ്സിംഗ് ന്യൂസിലൻഡിൽ ചെയ്യേണ്ട ഇന്ന് എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മ മാതാവ് മനസ്സിലാക്കി എന്നെ അതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. എനിക്കധികം ആളുകളോട് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഈ ജോർജിയയിലാണെങ്കിൽ പോലും അധികം ആരുമായിട്ട് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് അമ്മ മാതാവുമായിട്ടാണ്. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം രോഗികളെ കാണുമ്പം, അവശരായവരെ കാണുമ്പം ഞാൻ അവരോട് പോയി സംസാരിക്കാറുണ്ട്. ഒരുപാട് സംസാരിക്കും. എന്നാൽ കഴിയുന്ന വിധം അവർക്ക് സഹായങ്ങൾ ചെയ്യും. ജോർജിയയിൽ ഭിക്ഷയ്ക്കിരിക്കുന്ന ആളുകൾക്ക് ഞാൻ ഭക്ഷണമെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ നാട്ടിലുള്ള സമയത്ത് ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ വോളണ്ടറി ചെയ്തിട്ട് അവരുടെ കൂടെ പോയി ഓരോ രോഗികളെ കണ്ട് അവരുടെ മുറിവുകൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഓൾഡ് ഏജ് ഹോമുകളിൽ പോയി അവിടെയുള്ള അമ്മമാരെ കുളിപ്പിക്കുകയും അവരുടെ ബാത്റൂം കഴുകി കൊടുത്തിട്ടുണ്ട്, അവരുടെ നഖം വെട്ടി കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ആവശ്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു മകളായി നിന്ന് ചെയ്തു കൊടുക്കാൻ അമ്മ മാതാവ് എന്നെ നയിച്ചു. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും കൂടെ ജീവിതകാലം മുഴുവൻ ഞാൻ ഉണ്ടാകുമെന്ന് അമ്മ മാതാവിന് ഞാൻ പ്രതിജ്ഞ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ബിനി. ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് വരുന്നു. 2021 ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത്. യൂട്യൂബ് വഴി ഞാനിത് കാണുമായിരുന്നെങ്കിലും ആദ്യമൊക്കെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് പല പല വീഡിയോസ് കാണുകയും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാൻ നയനയോട് പറഞ്ഞത്, ഇങ്ങനെയൊരു ഉടമ്പടിയുണ്ട്, നിങ്ങൾക്ക് പോയി അതെടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയിച്ചു. അതേസമയം തന്നെ ഞാനും ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 7 വർഷത്തോളം ആയിരുന്നു. 2016 ശേഷം 2019 ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയി. പക്ഷേ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് അവിടെ എത്താൻ സാധിച്ചില്ല, കോവിഡും കുറേ ഇഷ്യൂസും എല്ലാം കാരണം. അതിനുശേഷം 2020 അവിടെ എത്തുന്നത്. അപ്പോൾ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം ഉടനെ തന്നെ വിത്തിൻ 2 months ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2023 ഡെലിവറി ആവുകയും ചെയ്തു. ആ സമയത്തൊന്നും ഞങ്ങളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കോവിഡ് ടൈം ആയതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആർക്കും വരാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഒരു ബുദ്ധിമുട്ടും കൂടാതെ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു. എല്ലാ കാര്യങ്ങളും ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോഴെല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നില്ല എങ്കിലും ഈ സാക്ഷ്യങ്ങൾ കാണുകയും അതെല്ലാം ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. 2023 ഏപ്രിൽ 30 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതനുസൃതമായി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എല്ലാം തന്ന മാതാവിനും ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മീനു അനിൽ. ഞാൻ തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ്. ഞാൻ ഓഗസ്റ്റ് 2024 എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുമായിരുന്നു. എപ്പം എവിടെ തണുപ്പുള്ളിടത്ത് ചെന്നിരുന്നാലും എനിക്കൊരു 1/2 മണിക്കൂറിൽ കൂടുതൽ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു.
അതുപോലെ തന്നെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് AC കമ്പ്യൂട്ടർ സയൻസിലാണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തത്. അപ്പം എപ്പോഴും AC-ക്കകത്തിരിക്കണം. അപ്പം ഞാൻ മാത്രം ഏറ്റവും കട്ടിയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകും, കാരണം എനിക്ക് അത്രയ്ക്ക് തണുപ്പ് പറ്റത്തില്ലായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ വീട്ടിൽ വരുമ്പം ഡ്രസ്സ് ഊരി കഴിയുമ്പം എൻ്റെ ദേഹത്ത് മൊത്തം റാഷസും പിമ്പിൾസും ഒക്കെ ആയിരിക്കും. അതുപോലെ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും എനിക്ക് കയറി കഴിയുമ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് എൻ്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങുകയും പല്ല് കടിക്കുകയും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. എനിക്കതുപോലെ നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ഉടമ്പടി എടുത്തപ്പം ആദ്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എനിക്കത് മാറിക്കിട്ടണം, കാരണം എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥയാണ് ഞാൻ. അപ്പം ആദ്യത്തെ ഉടമ്പടിയിൽ അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ തൈലമൊക്കെ വെച്ച് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആണെങ്കിലും തൈലം വെച്ച് വിശ്വാസപ്രമാണവും ചൊല്ലിയിട്ടേ പോവുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് ഒരു 2-3 എൻ്റെ ഒരു ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. തണുപ്പെന്ന് പറയുന്ന ആ ഒരു ഫീൽ എനിക്കില്ല. ഈവൻ എൻ്റെ കൈ തണുത്ത് മരവിച്ചിരിക്കുവാണേലും എനിക്കത് അറിയത്തില്ല. എൻ്റെ ദേഹം അത്രയ്ക്ക് വാമാണ്, ഞാൻ കംഫർട്ടബിളായി മാറിയായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ഉടമ്പടി ഞാൻ ഓൺലൈനായിട്ട് ആദ്യം ഉടമ്പടി എടുത്തായിരുന്നു. അപ്പം ആ സമയത്തൊന്നും എനിക്ക് വലിയ വിശ്വാസത്തോടെ എടുത്തതല്ല, എല്ലാവരും പറയുന്നു എടുക്ക് സുഖമാവും അങ്ങനെ പറഞ്ഞെടുത്തതാണ്. ഞാൻ അധികം അന്നൊന്നും പ്രാർത്ഥിക്കത്തുമില്ലായിരുന്നു. പ്രാർത്ഥിക്കും, പക്ഷേ ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ എൻ്റെ ഫാമിലി ദുബായിലാണ്. അപ്പം ഞാൻ അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ദുബായിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ദിവസം രാത്രിയിൽ എൻ്റെ ഒരു പല്ല് വല്ലാണ്ട് കേടായിട്ടിരിക്കുമായിരുന്നു. അത് ഒടിഞ്ഞുപോയി. ഒരു പല്ലൊടിയുക എന്ന് വെച്ചാൽ ഒരു ഭാഗം മാത്രം ഒടിഞ്ഞ് പോന്നു. എൻ്റെ പ്രാണം പോകുന്ന വേദനയായിരുന്നു ആ ഒരു സെക്കൻഡിൽ. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മാതാവേ എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു വിളിച്ചങ്ങ് പ്രാർത്ഥിച്ചു പോയി. അപ്പം ഒരു 2 മിനിറ്റിന് ശേഷം പിന്നെ ഞാൻ നാട്ടിൽ എത്തുന്നിടം വരെ എനിക്കൊരു ശകലം പോലും വേദനയില്ലായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പൂർണ്ണ വിശ്വാസത്തിലേക്ക് വന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതുപോലെ തന്നെ ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ എല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എൻ്റെ മുറിയിലേക്ക് തിരിച്ചു വന്ന് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ മുറി ഭയങ്കര മണമാണ്. ഒരു സ്പ്രേ കമന്നു പോയ മണമാണ്. ഒരു ഫുൾ സ്പ്രേ കുപ്പി മറിഞ്ഞു പോയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഞാനിപ്പോൾ ഓർത്ത് സ്പ്രേ വല്ലതും മറിഞ്ഞു പോയതാണോ എന്ന് ഓർത്ത് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ടേബിളിൻ്റെ അടിയിലാണ് ഈ സ്പ്രേയുടെ ബോട്ടിൽസൊക്കെ വെച്ചേക്കുന്നത്. അവിടെ എല്ലാം നോക്കി, ഇല്ല, ഒന്നും മറിഞ്ഞു പോയിട്ടില്ല. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് പോയി. അപ്പോൾ എനിക്കൊരു മാതാവ് വന്നതാണോ എന്നൊരു മനസ്സിലൊരു ഫീല് തോന്നി തുടങ്ങി. പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിക്കാനും ഒക്കെ പോയി തുടങ്ങി. അതുപോലെ തന്നെ വിശ്വാസം കൂടുതലായി. ഞാൻ ഒരു വലിയ വിശ്വാസിയല്ലായിരുന്നു. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറിയ ഇഷ്യൂ ആയിട്ട് എനിക്കങ്ങ് പൂർണ്ണ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു സത്യം പറഞ്ഞു. ഞാൻ ദൈവം കാണുന്നില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അതൊക്കെ മാറി കാണുന്നുണ്ട്, ദൈവം എന്നെ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിലേക്ക് വരാൻ തുടങ്ങി. കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരു ചെറിയൊരു അസുഖം വരുമ്പോൾ പോലും ഞാൻ ഉപ്പും തേനും അതുപോലെ തന്നെ തൈലവും യൂസ് ചെയ്യുന്നത് കൂടുതലാക്കി. കാരണം മാസത്തെ എനിക്ക് പനി വന്നുകൊണ്ടിരുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു 2-3 തവണയെങ്കിലും ഞാൻ ആശുപത്രിയിൽ പോകുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ആസ്മ വളരെ കൂടുതലായിരുന്നു. ഇപ്പം അതെല്ലാം മാറി. ഇപ്പം ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ ഒരു സാധാ മനുഷ്യന് വരുന്ന പോലത്തെ പനിയും അസ്വസ്ഥത മാത്രമേ എനിക്കിപ്പോൾ വരാറുള്ളൂ. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് 2ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയപ്പം ഇതുപോലെയാണ് വന്ന് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചുപോയി. ഒരു ദിവസം മുറ്റത്ത് വെളിയിൽ നിൽക്കുകയാണ്. അവിടെ അങ്ങ് ഒരു ചെടിയോ ഒരു പൂവോ ഇല്ലാത്തതാണ്. എൻ്റെ ചുറ്റുമാണെങ്കിൽ മണമെന്ന് വെച്ചാൽ ചുറ്റും മണമാണ്. എൻ്റെ ചുറ്റും ഞാൻ നിൽക്കുന്ന ആ ഭാഗത്ത് മാത്രമാണ് സുഗന്ധം ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് പോയി. അതുപോലെ തന്നെ ഞാൻ ആ സമയത്തും കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർ പറയും ഇന്ന പോലെ എനിക്ക് വയ്യ, അസുഖമാണ്. അതുപോലെ തന്നെ ഈ പള്ളിയിലൊക്കെ വിളിച്ചു പറയുമല്ലോ, ആശുപത്രി കിടക്കുന്നു, ഭയങ്കര കൂടുതലായി കിടക്കുന്നു, അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ എനിക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇപ്പം ഒരാൾ വഴിയെ പോവുകയാണ്, ഇപ്പം ഒരാൾ സഹായം ചോദിച്ചാൽ വലിയ മൈൻഡില്ലാതെ പോകുന്ന ഒരാളായിരുന്നു ഞാൻ. എങ്കിലും ഇപ്പം അതൊക്കെ മാറി എന്നാലാവുന്ന ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിലും ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ
പത്രം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഒത്തിരി വയ്യ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി ഇപ്പോൾ കൈക്ക് വേദനയാണെന്ന് പറയുമ്പോൾ ഞാൻ കയ്യിൽ തൈലം പൂശി വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം വന്ന് എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കി. ഞാൻ 3 വർഷമായി എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട്. എനിക്ക് പുറത്തു പോയി അബ്രോഡിൽ പോയി പഠിക്കണമെന്നൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു ജീവിതാഭിലാഷം എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇനിയൊരു മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി അബ്രോഡിൽ പോകുക എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ശരിയാവുന്നതെന്ന് എല്ലാവരും ചോദിക്കും. അതുപോലെ തന്നെ എൻ്റെ ചേച്ചി ഒരു നല്ലൊരു സ്റ്റുഡൻ്റാണ്, നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം അവൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇറാസ്മസ് മുണ്ടസിൻ്റെ ഒരു പ്രോഗ്രാമിനെ പറ്റി എൻ്റെ ബ്രദർ പറഞ്ഞ് അവളറിഞ്ഞ് അയച്ചു. പക്ഷെ കിട്ടിയില്ല. നല്ലൊരു ടോപ്പറായിരുന്നു അവൾ, എന്നിട്ടും ഒക്കെ കിട്ടിയില്ല. അപ്പം അന്ന് തൊട്ടേ ഉള്ളൊരു ഒരു 6-7 വർഷമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അവൾക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടണം. പക്ഷേ എങ്ങനെ എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. കാരണം അതിന് മാത്രമുള്ളൊരു മെറിറ്റും എനിക്കില്ല. അപ്പം 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ ഇറാസ്മസിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 3 തവണ ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് റിജക്ഷൻ വന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് ചെറിയ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എക്സ്പീരിയൻസും ഒക്കെ വെച്ച് എനിക്ക് കിട്ടും എന്നൊരു കോൺഫിഡൻസ് ആദ്യത്തെ 2 തവണ അയച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നു. അതെല്ലാം പോയി. റിജക്ഷൻ മെയിൽ വരുമ്പോൾ എല്ലാം എൻ്റെ ഹൃദയം അങ്ങ് പൊട്ടുന്ന വേദനയായിരുന്നു. അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലായിരുന്നു ഞാൻ. ഈ 3ാമത്തെ ഉടമ്പടി പുതുക്കി. അപ്പം ആ സമയത്താണ് ആപ്ലിക്കേഷൻ അയച്ചിട്ടിരിക്കുന്ന സമയമാണ്. പുതുക്കി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്നു, ഷോർട്ട് ലിസ്റ്റഡ് ആയി, ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. അപ്പം ഇൻ്റർവ്യൂ 2-3 ദിവസത്തിനകമാണ്. അപ്പം ഞാൻ കാശുരൂപം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് തൈലവും പൂശിയിരിക്കുക. ഇൻ്റർവ്യൂവിൻ്റെ സമയമായി. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. എനിക്കാണെങ്കിൽ ആൾക്കാരെ കാണുന്നതും ഇൻ്റർവ്യൂവിനൊക്കെ അപ്പിയർ ചെയ്യുന്നതൊക്കെ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ കൈയും കാലും വിറയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ അവർ പറയുന്നത് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റണേ, ഞാൻ ചെയ്തത് മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ, എങ്കിലും എനിക്കത് പറയാനുള്ളൊരു ഗട്ട്സ് എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് വന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഓലാക്ക് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. സാർ ആദ്യം എന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയതിന് ശേഷമാണ് എൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് വളരെ നന്നായിട്ട് തന്നെ പറയാൻ പറ്റി. അപ്പം ഞാൻ എന്നാലും ഞാൻ വിചാരിക്കുന്നില്ല, കാരണം ടോപ്പേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ അത്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ എത്രയോ ഇൻ്റർവ്യൂകൾ എന്നെ കടന്നു പോകുന്നു, അങ്ങനെ വിചാരിച്ചിരുന്നു. എന്നാലും ഒരു പ്രതീക്ഷയുടെ ഒരു കണികയുണ്ട്. മാതാവ് കാക്കും, വേറൊരു വഴിയില്ല. ഞാൻ ഇവിടെ വന്നിരുന്ന് ഇവിടുത്തെ 3ാമത്തെ ഉടമ്പടി ഇത് വെച്ചപ്പോൾ എൻ്റെ മാതാവേ, ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല, എനിക്ക് വേറെ ഒരു മെറിറ്റും ഇല്ല, എനിക്കിത് തരണേ. ഞാൻ അത്രയ്ക്ക് മടുത്തു എൻ്റെ ജീവിതം എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടിയിൽ അത് വെച്ചത്. എന്നിട്ട് ഞാൻ അന്ന് എഴുതിയപ്പോൾ പറയുകയും ചെയ്തു, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. എനിക്ക് ഭയങ്കര പേടിയാണ് കയറി നിന്ന് സാക്ഷ്യം പറയാം, എങ്കിലും ഞാൻ പറഞ്ഞോളാം എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി. ഇപ്പം ഇതാ എനിക്ക് സെലക്ഷനായി. ഞാൻ 22-ാം തീയതി പോവുകയാണ്. സാൾസ്ബർഗ്, ഓസ്ട്രിയയിലാണ് എൻ്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. എൻ്റെ ഇറാസ്മസ് മുണ്ടസ് ജോയിൻ മാസ്റ്റേഴ്സ് ഇൻ കോപ്പർനിക്കസ് ഡിജിറ്റൽ എർത്ത് എന്നാണ് എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ പേര്. അത് ജിയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് എർത്ത് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ഈ സ്പേസിനെ പറ്റിയും എർത്തിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് എങ്ങനെ നമ്മുടെ റിയൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കാം എന്നുള്ളൊരു സ്റ്റഡിയാണ്. എന്ന് വെച്ചാൽ ഈ ഡിസാസ്റ്റർ റിസ്ക് ഒക്കെ നടക്കുന്ന സമയത്ത് സാറ്റലൈറ്റിൻ്റെ ഡേറ്റയൊക്കെ യൂസ് ചെയ്താണ് ആൾക്കാരെ രക്ഷിക്കാനൊക്കെ പോകുന്നത്. അപ്പം ആ ഒരു മേഖലയിലാണ് എൻ്റെ പഠിത്തം. 3 രാജ്യങ്ങളിലായിട്ടാണ് ഇത് ഈ പ്രോഗ്രാം, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. ആദ്യം ഓസ്ട്രിയ, പിന്നെ ചെക്ക് റിപ്പബ്ലിക്, പിന്നെ ഫ്രാൻസ്. എൻ്റെ ആദ്യത്തെ 6 മാസം ഓസ്ട്രിയയിലാണ്. യൂണിവേഴ്സിറ്റി ഓഫ് സാൾസ്ബർഗ് ആണ് എൻ്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും ആദ്യം റെസിഡൻസ് പെർമിറ്റിന് അയക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ജൂലൈ 27-ാം തീയതിയാണ് അതിന് ഡേറ്റ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ജൂലൈ 27-ന് കിട്ടിയാൽ എനിക്ക് സെപ്റ്റംബർ 29-ന് അവിടെ ക്ലാസ് തുടങ്ങും. അപ്പം അത് ഒരു 2 മാസമെങ്കിലും എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അത് ശരിക്കും പറഞ്ഞാൽ. അപ്പം 27-ാം തീയതി കിട്ടി, അപ്ലൈ ചെയ്ത് അത് സാൾസ്ബർഗിൽ ചെന്ന് അപ്രൂവായി വരണമെങ്കിൽ അതൊരു 2 മാസം 3 മാസം പിടിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ MSCക്ക് എപ്പോഴും ചോദിക്കും, എനിക്ക് വേറൊരു ഡേറ്റ് തരാമോ എന്ന്. അപ്പം പെട്ടെന്നൊരു ദിവസം അവരെനിക്ക് ജൂലൈ 1 തന്നു.
അങ്ങനെ ഞാൻ കൊടുത്തു. 15 ദിവസത്തിനുള്ളിൽ എൻ്റെ RP എൻ്റെ കൂടെ അപ്ലൈ ചെയ്തവർക്ക് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് 15 ദിവസത്തിനുള്ളിൽ എൻ്റെ RP അപ്രൂവായി. മിനിഞ്ഞാന്ന് എൻ്റെ വിസ വന്നു. ഞാൻ 22-ാം തീയതി പോകുന്നു. അതുപോലെ തന്നെ പോകുന്നതിന് മുന്നേ ഞാൻ അവിടെ കുറച്ച് പേരെ പരിചയപ്പെട്ടു. അതിൻ്റെ ഇടയിൽ ഞാനൊരു അച്ഛനെയും പരിചയപ്പെട്ടു. ഞാൻ താമസിക്കുന്നതിന് ഒരു 10 മിനിറ്റ് നടന്ന പള്ളിയുണ്ട്. അതുപോലെ തന്നെ കുർബാന, മലയാളം കുർബാനയുണ്ട്. അതുപോലെ യൂത്തിൻ്റെ എല്ലാ പ്രോഗ്രാംസിലും ഞാൻ ഇപ്പോഴേ പങ്കെടുക്കാനുള്ള ഒരു ഇതിലായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് മാതാവിൻ്റെ ഒരു കുട്ടിയായി തന്നെ മുന്നോട്ട് പോകുമെന്നും, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാവരെയും സഹായിക്കാനും എന്നാലാവുന്ന സഹായം ഇപ്പോഴും ഞാൻ ചെയ്യും, ഫ്യൂച്ചറിലും ഞാൻ ചെയ്യും. അമ്മ മാതാവിനും ഈശോ മിശിഹായ്ക്കും 1000 ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. 2023 ജൂലൈ 15-നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ 2019 ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടീൻ്റെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2023 ജൂലൈ 15-ന് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. B1 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എക്സാം എഴുതിയായിരുന്നു. പക്ഷേ ഞാൻ എക്സാം പാസ്സായില്ല, ഫെയിലായി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഒരു പ്രാവശ്യം എക്സാം എഴുതി. അപ്പോഴും ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഞാൻ എക്സാം എഴുതി. പക്ഷെ ഞാൻ ഇവിടുത്തെ ഉടമ്പടി നിബന്ധനകളൊന്നും പാലിക്കുന്നില്ലാത്തത് കൊണ്ട് അത് ഞാൻ ഫെയിലായി. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഡേറ്റ് എടുത്തു. ഡേറ്റ് ഒന്നും ആദ്യം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഏപ്രിൽ 18-ന് എനിക്ക് 2 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. റൈറ്റിങ്ങിനും ലിസണിങ്ങിനും ഡേറ്റ് കിട്ടി. ഞാനിവിടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. റൈറ്റിങ്ങിന് വചനം എഴുതിയും ലിസണിങ്ങിന് അച്ഛൻ്റെ സാക്ഷ്യവും അച്ഛൻ്റെ ധ്യാനവും ഉടമ്പടി സാക്ഷ്യവും കേട്ടാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മെറിറ്റ് കുറച്ചിട്ട് കൂടുതൽ പ്രാർത്ഥനയിലും കാരുണ്യ പ്രവർത്തനങ്ങളിലായിരുന്നു ശ്രദ്ധ കൊടുത്തത്. ഞാനിരുന്ന് ബൈബിൾ വചനം കുറേ എഴുതി, സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും കുറേ കേട്ടു. ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് വിചാരിക്കുന്നൊക്കെ ഭയങ്കര ഒരു ബോധമായിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷേ ഞാൻ അന്ന് തൊട്ട് കേൾക്കുന്ന സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഏപ്രിൽ 18-ന് 2 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. ഞാൻ എക്സാം സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ടും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഫുൾ പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാം സെൻറ്ററിൽ വന്നിട്ടും എൻ്റെ ചുറ്റിനിരിക്കുന്ന കുട്ടികൾ മുഴുവനും പഠിക്കുമായിരുന്നു. എനിക്കെപ്പോഴും പഠിക്കാനൊന്നും തോന്നിയില്ല. ഞാൻ അവിടെ നിന്ന് എത്രയോ കൊന്ത ചൊല്ലി. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ കയറി. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ലിസണിങ് വന്നു. ലിസണിങ്ങിൻ്റെ സമയത്ത് അവരെന്താ പറയണത് ഞാൻ ഒന്നും കേട്ടില്ല. എനിക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു, ഞാനൊന്നും കേട്ടതില്ല. എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. റൈറ്റിങ്ങും ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എക്സാം ഈസിയാണോ അല്ലയോ എന്ന്. മാതാവ് തരുന്ന എന്താണോ അത് ഞാൻ സ്വീകരിക്കാൻ റെഡിയായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം റിസൾട്ട് വന്നു. ഞാൻ 2 മൊഡ്യൂളിലും പാസ്സായി. ഈ ഫസ്റ്റത്തെ ഡേറ്റ് കിട്ടുന്നതിന് മുന്നേ തന്നെ എനിക്ക് രണ്ടാമത്തെ സ്പീക്കിങ്ങിനും റീഡിങ്ങിനും എനിക്ക് ട്രിവാൻഡ്രം ഡേറ്റ് കിട്ടി. പക്ഷേ എനിക്ക് സ്പീക്കിങ് ഫേസ് ടു ഫേസ് ആയതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥന മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. 10 ദിവസത്തിനുള്ളിൽ സ്പീക്കിംഗ് എനിക്ക് എക്സാം എഴുതണം. അതുകൊണ്ട് ഞാൻ ഫുള്ളിരുന്ന് പഠിച്ചു. പക്ഷേ റീഡിങ്ങിന് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. സ്പീക്കിങ്ങിന് ഞാൻ ഫുള്ളിരുന്ന് പഠിച്ചു. ഒരു 50 സംതിങ് ടോപ്പിക്കേ ഞാൻ നോക്കിയുള്ളൂ. ബാക്കി ഇനിയുമുണ്ട് കുറേ ടോപ്പിക്കിൽ നോക്കാൻ. പക്ഷേ ഞാനിരുന്ന് പ്രാർത്ഥന ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ 10 ദിവസം കൊണ്ട് എനിക്ക് എത്ര ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്ര ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തു. അങ്ങനെ എക്സാം ഡേറ്റിന് മുന്നേ എനിക്ക് 4-ാം തീയതി എന്നുള്ളൊരു ഡേറ്റ് കിട്ടി. പക്ഷേ എനിക്ക് എക്സാം അന്നായിരുന്നു അറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ഇമെയിൽ വന്നു, എനിക്ക് 4-ാം തീയതിയാണ് എക്സാം എന്ന് എനിക്ക് ഡേറ്റ് കിട്ടി. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ വന്നു. എക്സാം സെൻറ്ററിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്പീക്കിങ്ങിന് ഫുള്ള് ഡിസ്കസും ചെയ്തും ഫുള്ള് പഠിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴും ഞാൻ റീഡിങ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഫുള്ള് ബൈബിൾ വായിക്കുക തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് സ്പീക്കിങ് ഞാൻ എക്സാം ഹാളിൽ കയറി. എനിക്കെന്തോ ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരുന്നു. എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. നിർബന്ധമല്ല, എൻ്റെ പാർട്ട്ണർ മാതാവിനെ അറിയുന്നതോ കൃപാസനത്തെ പറ്റി അറിയുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം എന്ന് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എക്സാമിന് സെൻറ്ററിന് മുന്നേ. അതെനിക്കൊരു വലിയൊരു നെഗറ്റീവായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എക്സാം സെൻറ്ററിൽ കയറി.
എക്സാം കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റീഡിങ് കിട്ടി, സ്പീക്കിങ് കിട്ടിയില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് സ്പീക്കിങ്ങിന് മാത്രമായിട്ട് ഡേറ്റ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഫുള്ള് പഠിക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല. ഞാനൊരു ടോപ്പിക്ക് പോലും എക്സാമിന് തലേന്ന് വരെ നോക്കിയിട്ടില്ലായിരുന്നു. എക്സാമിന് തൊട്ട് തലേന്ന് ഞാൻ ക്യാഷ്വലായിട്ട് ഒരൊറ്റ ടോപ്പിക്ക് മാത്രമേ നോക്കിയുള്ളൂ. ബാക്കി ഞാൻ ഫുള്ള് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഒട്ടും പഠിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ചുറ്റിനിരിക്കുന്നവരോടും കൃപാസനത്തെ പറ്റിയും യേശുവിനെ പറ്റിയും മാതാവിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പത്രം ഉണ്ടായിരുന്നു. ഞാൻ ഒരു കെട്ട് പത്രം ഉണ്ടായിരുന്നു. ഞാൻ പോകുന്ന വഴിക്കും ഞാൻ കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രം വരെ പോവുമായിരുന്നു. അപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലും പിന്നെ എക്സാം സെൻറ്ററിലും ഞാൻ പത്രം കൊടുത്തു. മാതാവിനെ പറ്റിയും യേശുവിനെ പറ്റിയും പറഞ്ഞു. അങ്ങനെ ഞാൻ സെൻറ്ററിൽ കയറി. എൻ്റെ പാർട്ട്ണർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, കൃപാസനത്തെ പറ്റി അറിയാവോ, മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് രൂപവും എൻ്റെ കയ്യിൽ ഉപ്പും ഞാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒരു മനസ്സിന് റിലീഫ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ പാർട്ട്ണറിനും എനിക്കും ഞാൻ ഉപ്പ് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ എക്സാം സെൻറ്ററിൽ കയറിയപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത്. ഞാൻ തലേന്ന് ഏത് ക്വസ്റ്റ്യൻ ആണോ ക്യാഷ്വലായിട്ട് നോക്കിയത് ആ ടോപ്പിക്കാണ് എനിക്ക് എക്സാമിന് കിട്ടിയത്. സ്പീക്കിങ് 2 ടൈലുണ്ട്. ഒന്നാമത്തെ ടൈലാണ് എനിക്ക് ഈ ടോപ്പിക്ക് കിട്ടിയത്. രണ്ടാമത്തെ ടൈലേക്ക് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ടൈലിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ എനിക്കറിയത്തില്ല എവിടെ നിന്നാണ് ആൻസർ വരുന്നത് എനിക്കറിയത്തില്ല. ജർമ്മൻ ലാംഗ്വേജ് ഞാൻ B2 വരെ പഠിച്ചെങ്കിലും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ എക്സാം സെൻറ്ററിൽ കയറി എനിക്ക് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് മാതാവ് ഇങ്ങനെ പറഞ്ഞതിനും കൂടെ വരുമെന്നൊക്കെ. പക്ഷേ ഇതെനിക്ക് മാതാവ് ശരിക്കും കൂടെ വന്ന പോലെയായിരുന്നു. ഞാൻ എക്സാം ഹാളിൽ കയറി. ഞങ്ങൾ 2 പാർട്ട്നേഴ്സും ഞാനും എൻ്റെ പാർട്ട്ണറും ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി. എൻ്റെ കയ്യിൽ ഉപ്പ് ഞാൻ അവനും കൊടുത്തു. ഞാനും വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുത്തായിരുന്നു എക്സാം റിസൾട്ട് എങ്ങനെയായിരിക്കും അറിയാൻ. അങ്ങനെ റിസൾട്ട് വന്നു. ഞങ്ങൾ രണ്ടും പാസ്സായി. അങ്ങനെ മാതാവ് എനിക്ക് 4 മൊഡ്യൂളും പാസ്സാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. ആദ്യം പ്രോസസ്സിങ്ങിന് കൊടുത്തത് റെഡിയായില്ല. രണ്ടാമത് ഞാൻ പ്രോസസ്സിങ്ങിൻ്റെ വേറൊരു ഏജൻസിക്ക് കൊടുത്തു. അങ്ങനെ ഉടമ്പടി തീർന്നതിൻ്റെ അവസാന ദിവസമെങ്കിലും എനിക്ക് കോൺട്രാക്റ്റ് കിട്ടണമെന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ 29-ാം തീയതി എൻ്റെ ഉടമ്പടി തീരുന്ന അന്ന് തന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വിസയ്ക്ക് ഡേറ്റ് കിട്ടാനുള്ളതാണ്. വിസയ്ക്ക് ഞാൻ അന്ന് കറക്റ്റ് മെയ്യിലാണ് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയത്. മെയ് തൊട്ട് അന്ന് തൊട്ട് വിസയ്ക്ക് ഭയങ്കര ട്രബിളായിരുന്നു. ഡേറ്റ് കിട്ടാൻ ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് കൊച്ചി തന്നെ ഡേറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ജൂൺ 8-ാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടി കൊച്ചിയിൽ. എനിക്ക് 24-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റും ഓൾറെഡി കിട്ടിയായിരുന്നു. പക്ഷെ അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടിയത് 24-ാം തീയതിയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെക്കാൻ പോയി. അപ്പോഴും വേറെ പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ ഏജൻസിക്കാർ ട്രാവൽ ഇൻഷുറൻസ് ഓൺലൈനായിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷെ അവർ കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ വിസ റിജക്റ്റ് ആവാനുള്ള ചാൻസ് 50% ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു വിസ റിജക്റ്റ് ആവാതെ എനിക്ക് അപ്രൂവ് ആക്കി തരണേന്ന്. അങ്ങനെ വിസ വെച്ച് 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിസ കിട്ടി. ഞാൻ നെക്സ്റ്റ് മന്ത് സെപ്റ്റംബർ 11-ന് ജർമ്മനിക്ക് പോവുകയാണ്. ഇതാണ് മാതാവ് എനിക്ക് തന്ന 1-ാമത്തെ സാക്ഷ്യം. 2-ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ടേ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. ഒരു 7 വർഷത്തിൽ കൂടുതൽ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. അത് വന്നാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, സ്മെല്ലടിച്ച പ്രശ്നം, സൗണ്ട് കേട്ട പ്രശ്നം, തല അനക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഡെയിലി മാതാവിൻ്റെ തൈലം തലയിൽ ഇങ്ങനെ 4 സൈഡിലും ഞാൻ പൂശുമായിരുന്നു. അങ്ങനെ ഇത് എപ്പോഴാണ് പോയെന്ന് എനിക്കറിയത്തില്ല. പീരിയഡ് ടൈം ആകുമ്പോൾ എനിക്ക് മന്ത്ലി ഒരു 1, 2, 3 ടൈംസൊക്കെ ഇത് വരുമായിരുന്നു. അപ്പോൾ ഞാൻ പാരസിറ്റമോൾ, ആയുർവേദം കുറേ എല്ലാം ട്രൈ ചെയ്തു. പക്ഷേ എന്നാലും ഇത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി തൈലിട്ട് പ്രാർത്ഥിച്ചത് എപ്പോഴാണ് പോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ മൈഗ്രെയിൻ തലവേദന കുറഞ്ഞു. ഇപ്പോൾ 1 വർഷമായിട്ട് എനിക്ക് അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള തലവേദന വന്നിട്ടില്ല. മൈൽഡായിട്ട് അത് ജസ്റ്റ് ഒന്ന് ടൈഗർ ബാം തേച്ചാലോ ഒന്ന് ഉറങ്ങി എണ്ണീറ്റാലോ അത് പോകുമായിരുന്നു. ഇനി അതും പോയില്ലെങ്കിൽ രാവിലത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം എൻ്റെ തലവേദന പോകുമായിരുന്നു. ഇതാണ് 2-ാമത്തെ സാക്ഷ്യം. 3-ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. എനിക്ക് മുഖത്ത് ചെറിയ പാച്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഓരോ ടൈമും ഡോക്ടറിനെ കൊണ്ടേ കാണിക്കുമ്പോഴും അവർ ഓരോ പേര് പറയും, ഓരോ മരുന്ന് തരും. പക്ഷെ അതൊന്നും മാറിയിട്ടില്ലായിരുന്നു. ഇത് ഞാൻ ഉടമ്പടിക്ക് വെച്ച നിയോഗമായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ പൂശി
ഇതെപ്പോഴാണ് പോയെന്നും എനിക്കറിയത്തില്ല. ഇത് പിന്നെ നോക്കുമ്പോൾ ഡിസപ്പിയർ ആയിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത്. ഈശോയ്ക്കും മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഡേറ്റ് കിട്ടാൻ തുടങ്ങിയത് ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അനുസരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. പത്രം ഞാൻ ആദ്യം കൊടുക്കാൻ ഭയങ്കര ഷൈ ആയിരുന്നു. ഫസ്റ്റ് ടൈമിൽ ഞാൻ പള്ളിയിലാണ് കൊണ്ടേ കൊടുത്തത്. പള്ളിയിലാകുമ്പോൾ എല്ലാവരും ക്രിസ്ത്യൻസ് ആണല്ലോ, എല്ലാവരും വാങ്ങിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പള്ളിയിലാണ് കൊടുത്തത്. പിന്നെയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും എല്ലായിടത്തും പത്രം ഞാൻ കൊടുത്തു. നല്ല രീതിയിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. ഒരു ദിവസം ഞാൻ 60 പത്രം വരെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുകൊണ്ടാണ്. ആക്ച്വലി കൊടുത്ത് തീരുമ്പോഴത്തേക്കും നമ്മുടെ തൊണ്ടയൊക്കെ പൊട്ടിപ്പോകും. പറഞ്ഞ് നമ്മുടെ വായിലെ വെള്ളമൊക്കെ പറ്റിപ്പോകും. എന്നാലും ഞാൻ എൻ്റെ കയ്യിലുള്ള പത്രം ഞാൻ ആ ഒരു ഡേ ഫുള്ള് തീർക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിൻ്റെ ടൈമിൽ ഞാനിവിടെ വന്ന ഓരോ മാസവും ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു. ഞാൻ എക്സാം ടൈമിൽ കൊച്ചിയിലായിരുന്നു. അപ്പം എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് ഫുഡ് ഞങ്ങൾ മെട്രോൻ്റെ അടിയിലുള്ള ആൾക്കാർക്ക് കൊണ്ടേ കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ സാറ്റർഡേയും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോവും. അവരുടെ കുളിപ്പിക്കുക, അവരെ നഖം വെട്ടിക്കൊടുക്കുക, അങ്ങനെ അവിടെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യും. അവിടെ ഞങ്ങളുടെ ഏരിയയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഓൾഡ് ഏജ് ഹോമിലും ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ ബൈബിൾ വായിക്കും. 2 വീക്സ് കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. ഡെയിലി എനിക്ക് ആദ്യം പേഴ്സണലായിട്ടുള്ള പ്രേയേഴ്സൊക്കെ കുറവായിരുന്നു. ഇപ്പം ഞാൻ ഒരു 3 റോസറി ഞാൻ മിനിമം ചെല്ലും. പിന്നെ എനിക്ക് മാതാവിനോട് ആദ്യമേ ഭക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഈശോയായിട്ട് എനിക്ക് അത്ര വലിയ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കിപ്പോൾ എൻ്റെ ഈശോയെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിനും മാതാവിന് നന്ദി പറയുന്നു. 1 പത്രോസ്